ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാഗീസ് മാത്സ് ഫോർ യു. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിന്റെ ചാപ്റ്റർ 2 പോളിനോമിയൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് പോളിനോമിയൽസ്? Polynomial is an algebraic expression in which power of the variable is a non-negative integer or a whole number. എന്താണ് algebraic expression? Algebraic expression is an expression with constants, variables and arithmetic symbols. Okay, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ for example 3x plus 2y minus 6 ഇതൊരു algebraic expression ആണ്. കാരണം കോൺസ്റ്റൻസ്, ഇതിൽ കോൺസ്റ്റൻസ് ഉണ്ട്. 3, 2, -6 എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. എക്സ് വൈയും എന്ന് പറയുന്നത് വാരിയബിൾസ് ആണ്. ഓക്കെ, പിന്നെ ഇത് പ്ലസ് ആൻഡ് മൈനസ് എന്ന് പറയുന്നത് അരിത്മെറ്റിക് സിമ്പിൾസ് ആണ്. അപ്പൊ ഇതാണ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. ഇനി അത് എപ്പോഴാണ് പോളിനോമിയൽസ് ആവുന്നത്? പോളിനോമിയൽസ് ആവാന്ന് പറഞ്ഞാൽ ആ വാരിയബിളിന്റെ പവർ, ഇപ്പൊ ഇവിടെ ഈ എക്സിന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്, വൈയുടെ പവർ 1 ആണ്. ഓക്കെ, ഈ പവർ എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആയാൽ ആ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പോളിനോമിയൽ ആയിരിക്കും. ഓക്കെ, അപ്പോ പിന്നെ പോളിനോമിയൽ ഇൻ 1 വാരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വാരിയബിളേ ഉള്ളൂ. അപ്പൊ ഈ എക്സ്പ്രഷനിൽ 2 വാരിയബിൾ ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പോ പോളിനോമിയൽ ഇൻ 1 വാരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ വൈ മാത്രം. ഏതാണോ വാരിയബിൾ അത് മാത്രം, ആ വാരിയബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 3x square plus 4x plus 5, 2x plus 4 ഇതൊക്കെ പോളിനോമിയൽസ് ആണ്. കാരണം ഇതിന്റെ പവർ എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ ഈ ടൈമിന്റെ 2 ആണ്, ഈ ടൈമിന് 1 ആണ്, ഇവിടെ 1 ആണ്. ഇവിടെ പവർ ഇല്ല, പക്ഷെ നമുക്ക് ഇതിനെ x raised to 0 എന്ന് എഴുതാം. കാരണം x raised to 0 നമുക്കറിയാം, x raised to 0 equal to 1 ആണ്. അപ്പോ അതിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ 5 into 1 5 ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ നോർമലി നമ്മളത് എഴുതാറില്ല. ഓക്കെ, പിന്നെ ഇതൊക്കെ പോളിനോമിയൽ ആണ്, കാരണം ഇതിന്റെ പവേഴ്സ് ഒക്കെ ഹോൾ നമ്പേഴ്സ് ആണ്. ഇനിയിപ്പോ റൂട്ട് എക്സ് പ്ലസ് 1, 1/x minus 1, അല്ലെങ്കിൽ എക്സ് റേസ് ടു 1/2 പ്ലസ് 2, ഇതൊന്നും പോളിനോമിയൽസ് അല്ല. കാരണം എന്താ, ഇവിടെ റൂട്ട് എക്സ് ആണ്. അണ്ടർ റൂട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതിനെ എക്സ് റേസ് ടു പവറിൽ എഴുതുമ്പോൾ എക്സ് റേസ് ടു 1/2 പ്ലസ് 1 ആണ്. അപ്പോ ഇവിടെ പവർ എന്താണ്, ഫ്രാക്ഷൻ ആണ്, അതൊരു ഹോൾ നമ്പർ അല്ല. അതുപോലെ ഇവിടെയും താഴെ നമ്മൾ എക്സ് താഴെയാണ്, പക്ഷെ ഇതിന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. പക്ഷെ നമ്മൾ ഇതിനെ എഴുതുന്നത് എക്സ് റേസ് ടു -1 എന്നാണ്. അപ്പോ ഇതിന്റെ പവർ എന്താ, ഈ നെഗറ്റീവ് ആയി. അപ്പൊ അതുകൊണ്ട് ഇതും പോളിനോമിയൽ അല്ല, ഇത് ഇവിടെ ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഒന്നും പോളിനോമിയൽസ് അല്ല. പോളിനോമിയൽസ് ആവണമെങ്കിൽ അതിന്റെ പവർ, വേരിയബിൾ ഏതാണോ അതിന്റെ പവർ എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആയിരിക്കണം. ഓക്കെ, അടുത്തത് ഡിഗ്രി ഓഫ് പോളിനോമിയൽ എന്താന്ന് നോക്കാം. ഡിഗ്രി ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത് ഹയസ്റ്റ് പവർ ഓഫ് ദി വേരിയബിൾ. ഓക്കെ, ഒരു പോളിനോമിയലിലെ ഹയസ്റ്റ് പവർ എന്താണോ അതാണ് ആ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പോ ഇതൊരു പോളിനോമിയൽ ആണ്. ഇതിന്റെ ഹയസ്റ്റ് പവർ ഓഫ് ദി വേരിയബിൾ, ഇവിടെ വേരിയബിൾ എക്സ് ആണ്. അപ്പൊ ഇതിന്റെ ഹയസ്റ്റ് പവർ നോക്കാം. ഇവിടെ ഹയസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ 4ഉം 3 ആണ് പവർ, അതിൽ 4 ആണ് ഹയസ്റ്റ് അല്ലെ. അപ്പോ ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇനി പോളിനോമിയൽസിന് അക്കോർഡിംഗ് ടു ദർ ഡിഗ്രി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അത് എങ്ങനെയാണ് വരുന്നത്, ലീനിയർ പോളിനോമിയൽസ്. ഓക്കെ, ഡിഗ്രി 1 ആണെങ്കിൽ അതിനെ നമ്മള് ലീനിയർ പോളിനോമിയൽ എന്ന് പറയും. ലീനിയർ പോളിനോമിയൽ. ഇതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ax പ്ലസ് b ആണ്, വേർ a not equal to 0. a not equal to 0 എന്ന ഒരു കണ്ടീഷൻ ഉള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ a എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ a 0 ആയി കഴിഞ്ഞാൽ ഈ ടേം 0 ആയി, പിന്നെ അവിടെ b കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ഡിഗ്രി 0 ആയി മാറി. അപ്പൊ അത് ലീനിയർ പോളിനോമിയൽ അല്ല. ഓക്കെ, ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയൽസ് ആണ് ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഡിഗ്രി 2 ആണെങ്കിൽ
ഡിഗ്രി 2 ആണെങ്കിൽ അതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇതിന് ലീനിയർ പോളിനോമിയലിന്റെ എക്സാമ്പിൾ 2x + 3. ഇത് ലീനിയർ പോളിനോമിയൽ ആണ്. അതുപോലെ തന്നെ 4y + 6 ഇതും ഒരു ലീനിയർ പോളിനോമിയൽ ആണ്. കാരണം ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയൽ ആണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അതിന്റെ ജനറൽ ഫോം ഇതാണ് a² + bx + c. ഇവിടെയും a നോട്ട് ഈക്വൽ ടു 0. ഇവിടെ a 0 ആയി കഴിഞ്ഞാൽ ഈ ടേം പോയി, പിന്നെ അത് ലീനിയർ പോളിനോമിയൽ ആയി. അതുകൊണ്ടാണ് a നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത്. ഇതിന്റെ എക്സാമ്പിൾ എന്താ? 2x² + 3x + 7. കാരണം ഇതിന്റെ ഡിഗ്രി 2 ആണ്. അപ്പോ ഇത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ഇനി 4y² + 5. ഓക്കെ, ഇതും ലീനിയർ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ഇതിന്റെ ഡിഗ്രി 2 ആണ്. അടുത്തത് ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയൽ, അതിന് നമ്മളെ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയും. അതിന്റെ ജനറൽ ഫോം ax² + bx ax³ + bx² + cx + d. a നോട്ട് ഈക്വൽ ടു 0. a 0 ആയി കഴിഞ്ഞാൽ ഈ ടേം പോയി, അപ്പോ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ഇതിന് എക്സാമ്പിൾ 8x³ + 3x² + 7x + 8. ഇതൊരു ക്യൂബിക് പോളിനോമിയൽ ആണ്. അടുത്തത് നമുക്ക് വാല്യൂ ഓഫ് പോളിനോമിയൽ എന്താന്ന് നോക്കാം. അപ്പോ p of x = x² - 3x - 4 at x = -1. So what is the value of this polynomial p of x? നമ്മൾ പോളിനോമിയലിനെ ഡിനോട്ട് ചെയ്യുന്നത് p of x, q of x അല്ലെങ്കിൽ f of x എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരു പോളിനോമിയൽ തന്നാൽ നമുക്ക് p of x എന്ന് കൊടുക്കാം. p of x = x² - 3x - 4. ഇതിന്റെ വാല്യൂ at x = -1 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വാല്യൂ കാണാം? അതായത് ഈ p of x ലെ x എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് -1 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ അതാണ് ഈ p of x ന്റെ വാല്യൂ at x = 1 എന്ന് പറയുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ p of ഇവിടെ x ആണ്. അപ്പൊ x ന്റെ പകരം നമ്മൾ എന്ത് ചെയ്യണം? -1. അപ്പൊ p of -1 ആണ് നമുക്ക് കാണേണ്ടത്. -1² - 3 × -1 -4 equals -1² 1 minus into minus plus 3 into 1 3 minus 4 1 plus 3 4 4 minus 4 equal to 0. അപ്പോ p of ഈ പോളിനോമിയലിന്റെ p of x ന്റെ വാല്യൂ എന്ന് പറയുന്നത് at x = -1 എന്ന് പറയുന്നത് 0 ആണ്. അതാണ് വാല്യൂ ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നമ്മൾ p of -1 കണ്ടപ്പോ നമുക്ക് 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ x-നെ 0 of x = 1 എന്ന് പറയുന്നത് 0 ഓഫ് പോളിനോമിയൽ എന്ന് പറയാം. കാരണം നമ്മൾ p of -1 കണ്ടപ്പോ p of -1 0 ആയി. നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂവില് ആ പോളിനോമിയലിന്റെ വാല്യൂ കാണുമ്പോൾ നമുക്ക് 0 കിട്ടിയാൽ ആൻസർ 0 ആണ് കിട്ടുന്നതെങ്കിൽ ആ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് പറയാം ആ വാല്യൂ എന്ന് പറഞ്ഞു. ഇവിടെ x = -1 കൊടുത്തപ്പോഴാണ് നമുക്ക് 0 കിട്ടിയത്. ഓക്കെ, അപ്പോ നമുക്ക് ഈ x = -1 എന്ന് പറയുന്നത് അതിന്റെ 0 ആണെന്ന് പറയാം. p of -1 = 0. So x = -1 is a 0 of p of x. അതാണ് 0 എന്ന് പറയുന്നത്. 0 എങ്ങനെയാ കാണുന്നത് നോക്കാം. നമുക്ക് ഇങ്ങനെ ഓരോ വാല്യൂ കൊടുത്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂല് 0 കിട്ടും. ഓക്കെ, അപ്പൊ അത് ആ വാല്യൂ എന്ന് പറയുന്നത് ആ പോളിനോമിയലില് 0 ആണ്. ഇപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. അപ്പൊ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് 2 സീറോസ് ഉണ്ടായിരിക്കും. അതിന്റെ ഡിഗ്രിക്ക് അനുസരിച്ചാണ് അതിന്റെ സീറോസിന്റെ നമ്പറും. ഓക്കെ, ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ ഒരു 0 ഉണ്ടാവുള്ളൂ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെങ്കിൽ 2 0 ഉണ്ടാവും. ക്യൂബിക് പോളിനോമിയൽ ആണെങ്കിൽ 3 0 ഉണ്ടാവും. ഓക്കെ, പിന്നെ ബൈക്വാഡ്രാറ്റിക് അതായത് 4th ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ 4 zeros അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ
ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയതുകൊണ്ട് ഒരു സീറോ നമുക്ക് കിട്ടി, അതായത് എക്സ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന ഒരു സീറോ കിട്ടി. ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു വാല്യൂ എക്സ് ഈക്വൽ ടു വേറെ ഏതെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് സീറോ ആയിട്ട് കിട്ടും. അപ്പൊ അതും ഇതിന്റെ സീറോ ആയിരിക്കും. ഓക്കെ, അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് എ പോളിനോമിയൽ. ഒരു പോളിനോമിയലിലെ സീറോസും അതിന്റെ കോഎഫിഷ്യൻസും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ പി ഓഫ് എക്സ് ഈക്വൽ ടു 2x² - 8x + 6 ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. കാരണം എന്താ, ഇതിന്റെ ഡിഗ്രി 2 ആണ്. അപ്പൊ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെങ്കിൽ അതിന് എത്ര സീറോസ് ഉണ്ടാവും? 2 സീറോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോ ആ 2 സീറോസ് നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്ക് ഒന്നുകിൽ എക്സിന് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ വേറൊരു മെത്തേഡ് ഉണ്ട്, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഓക്കെ, അത് വെച്ച് നമുക്ക് ഇതിന്റെ സീറോസ് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ആദ്യം 2 നമ്പേഴ്സ് കാണണം. അതെങ്ങനെയാ കാണാം? സം എന്ന് പറയുന്നത് നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുന്നത് ഈ മിഡിൽ ടേമിനെ നമ്മൾ 2 ടേം ആക്കി എഴുതും. ഓക്കെ, അത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് ഈ നമ്പർ കിട്ടിയതിന് ശേഷമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയാണ് ആ നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് സം -8ഉം പ്രോഡക്റ്റ് എടുക്കുമ്പോ പ്രോഡക്റ്റ് എടുക്കുന്നത് സം എന്ന് പറയുന്നത് ആ മിഡിൽ ടേം ഇവിടെ +8 ആണെങ്കിൽ +8 എടുക്കാം, -8 ആണെങ്കിൽ മൈനസ് എടുക്കണം. ഓക്കെ, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ x² കോഎഫിഷ്യന്റും കോൺസ്റ്റന്റ് ടേമും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അതിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. 2 × 6 ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് 2 × 6 മതി. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ അതും കൂടി ചെയ്യണം. 2 × 6 എന്താ കിട്ടാ? 12. അപ്പോ സം -8ഉം പ്രോഡക്റ്റ് 12ഉം ആയിട്ടുള്ള 2 നമ്പർ കണ്ടുപിടിക്കും. ആദ്യം നമ്മൾ പ്രോഡക്റ്റ് 12 ആയിട്ടുള്ള നമ്പേഴ്സ് നോക്കാം. ആ പെയർ എടുക്കുക. ഏതൊക്കെയാ? 1 12 1 × 12 12 ആണ്. 6 2 12 ആണ്. 4 × 3 അല്ലെ, 4 3s are 12 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 3 പെയർ കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരു പെയർ ആയിരിക്കും നമുക്ക് വേണ്ടത്. ഓക്കെ, അത് ഏതാന്ന് എങ്ങനെ നോക്കാം? നമുക്ക് ഈ സം -8 ആയിട്ട് വരുന്ന പെയർ എടുത്ത് നോക്കാം. അപ്പൊ 1 ഉം 12 എന്ത് ചെയ്താലും നമുക്ക് എന്ത് കിട്ടില്ല? -8 കിട്ടില്ല. അപ്പൊ ഇത് വേണ്ട. ഓക്കെ, അതുപോലെ 4 ഉം 3 ഉം ചെയ്താലും കിട്ടില്ല. പക്ഷെ 6 ഉം 2 ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. പക്ഷെ ഇവിടെ -8 ആണ്. അപ്പൊ എന്ത് വേണം? നമ്മള് ഈ രണ്ടിനും സൈൻ കൊടുക്കണം. ഓക്കെ, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം സൈൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ -6 + -2 എന്ന് പറയുന്നത് -8 കിട്ടും. അതുപോലെ -6 × -2 എന്ന് പറയുന്നത് +12 കിട്ടും. അപ്പൊ ഇതാണ് നമ്മളുടെ കറക്റ്റ് പെയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 നമ്പേഴ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ എഴുതാം, 2x². മിഡിൽ ടേമിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഈ -8x നമുക്ക് എങ്ങനെ എഴുതാം? -6x - 2x. ഓക്കെ, ഇതിങ്ങനെ എഴുതാൻ വേണ്ടിയാണ് നമ്മൾ ഈ 2 നമ്പർ ഇവിടെ കണ്ടുപിടിച്ചത്. അതായത് സം -8ഉം പ്രോഡക്റ്റ് 12ഉം ആവുന്ന രീതിയിൽ 2 നമ്പർ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. -6x - 2x + 6. ഓക്കെ, അപ്പൊ ഇവിടെ 3 ടേംസ് ഉണ്ടായത്, നമുക്ക് ഇവിടെ 4 ടേംസ് ആണ്. നമുക്ക് ഫസ്റ്റ് 2 ടേംസും പിന്നെ വരുന്ന 2 ടേംസും നമുക്ക് പെയർ ചെയ്യാം. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് കോമൺ ഫാക്ടർ ഔട്ട്സൈഡ് എടുക്കുക. ഇതിൽ ഏതാ കോമൺ ഫാക്ടർ? എക്സ് കോമൺ ഫാക്ടർ ആണ്, അതുപോലെ തന്നെ 2 കോമൺ ഫാക്ടർ ആണ്. അപ്പൊ നമുക്ക് 2x കോമൺ എടുക്കാം. ഓക്കെ, ഇവിടുന്ന് 2x പോയാൽ ബാലൻസ് എന്തുണ്ട്? എക്സ് ഉണ്ട് അല്ലെ. 2x × x ആണ് 2x². ഓക്കെ, ദെൻ ഇവിടെ മൈനസ്. ഓക്കെ, 6x ന്ന് 2x പോയാൽ ബാലൻസ് എന്താ? 3 അല്ലെ. 3 × 2x ആണ് 6x വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ 2 ആണ് കോമൺ ഫാക്ടർ ഉള്ളത്. എക്സ് ഇല്ല, കാരണം ഈ ടേമിൽ എക്സ് ഇല്ല. അപ്പൊ 2 ആണ്. പക്ഷെ ഒരു സൈൻ്റെ ഒരു ഇതുണ്ട്. ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കോമൺ എടുക്കാം. ഓക്കെ, മൈനസ് നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാല് പിന്നെ ഇവിടെ എന്താ ഉള്ളത്? -2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സ് ഉണ്ട്. ഇവിടെ പ്ലസ് അല്ല വരുന്നത്, മൈനസ് ആണ്. -3 അല്ലെ. 2 3s ആണ് 6 വരുന്നത്. ഇവിടെ മൈനസ് നമ്മള് കോമൺ എടുത്തത്. ഇവിടെ x - 3 ആണ് ബ്രാക്കറ്റില്. അത് തന്നെ വരണം നമുക്ക് ഈ ടൈമില്. എങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പില് x - 3
കോമൺ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് ബ്രാക്കറ്റ് എന്താണോ അത് തന്നെ ആയിരിക്കണം നമുക്ക് നെക്സ്റ്റ് ബ്രാക്കറ്റും കിട്ടേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ -2 കോമൺ എടുത്തത്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് ഈ രണ്ട് ടേംസിൽ നമുക്ക് കോമൺ ആയിട്ടുള്ളത് x-3 ആണ്. ആ x-3 കോമൺ എടുക്കാം. x-3 ബാലൻസ് എന്തുണ്ട്? 2x, ഇവിടെ -2 ഉണ്ട്. അപ്പൊ ഇതാണ് രണ്ട് ഫാക്ടേഴ്സ്. ഇനി നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. x-3 = 0 ആൻഡ് 2x - 2 = 0. അപ്പൊ x-3 = 0 ഇതിന് എന്ത് കിട്ടും? x = 3 കിട്ടും. ഇവിടെ 2x = 2, x = 2/2 1 കിട്ടി. അപ്പൊ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ രണ്ട് സീറോസ് നമ്മൾ കണ്ടുപിടിച്ചു. x = 3 ആൻഡ് x = 1. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഇതിന്റെ സീറോസ് എന്ന് പറയുന്നത്, ഈ പോളിനോമിയലിന്റെ സീറോസ് എന്ന് പറയുന്നത് x = 1 ഉം x = 3 ഉമാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ഈ സീറോസും ഈ കോഎഫിഷ്യൻസ് തമ്മിൽ എന്താണ് റിലേഷൻ നോക്കാം. അപ്പൊ ഈ പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്താ? ax² + bx + c. ഓക്കെ, അതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഈ രണ്ട് പോളിനോമിയൽസ് കമ്പയർ ചെയ്യുമ്പോൾ ഈ ജനറൽ ഫോമും ഇപ്പൊ നമ്മളുടെ കയ്യിലുള്ള ഈ പോളിനോമിയലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a ഇതിൽ a എന്താ? a എന്ന് പറയുന്നത് x² കോഎഫിഷ്യന്റ് ആണ്. a = 2, b = -8, കാരണം ഇവിടെ പ്ലസ് ആണ്, നമുക്ക് ഇവിടെ മൈനസ് ആണ്. അപ്പോ -8. c എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, നമ്മളത് കമ്പയർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ x = 1 x = 3 കിട്ടി. അതിന് നമുക്ക് ഈ x = 1 എന്നുള്ളതിനെ നമുക്ക് ആൽഫ എന്ന് കൊടുക്കാം. അതായത് ആൽഫ = 1 ആൻഡ് ബീറ്റ = 3. അതായത് നമ്മളൊരു അതിനൊരു നെയിം കൊണ്ട് ആൽഫ ആൻഡ് ബീറ്റ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. x = 1 x = 3 എന്നുള്ളത് നമ്മൾ ആൽഫ ആൻഡ് ബീറ്റ എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് ഇതിന്റെ സമ്മ് കാണാം. അതായത് സം ഓഫ് സീറോസ്. സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ പ്ലസ് ബീറ്റ ആണ്. ആൽഫ പ്ലസ് ബീറ്റ അല്ലെ, നമ്മൾ ആൽഫയും ബീറ്റയും ആണ് കൊടുത്തത്. സം ഓഫ് സീറോസ് എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ കിട്ടി. ഓക്കെ, ഇനി ഈ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് ഈ കോഎഫിഷ്യന്റ്, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x² എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ രണ്ട് സീറോസിന്റെ സം എടുത്തു കഴിഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കുന്നത്? ഈ പോളിനോമിയലിന്റെ മൈനസ് എടുക്കണം. ഫോർമുലയില് മൈനസ് ഉണ്ട്. മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ -b/a. എന്താ b/a? ഇത് ഓർത്ത് വെച്ചാൽ മതി. കാരണം b എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്, a എന്ന് പറയുന്നത് x² കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ ഇതാണ് ഒരു റിലേഷൻ. അതായത് സം ഓഫ് സീറോസ് = -b/a, അതല്ലെങ്കിൽ മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് x ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². ഓക്കെ, അപ്പൊ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ആണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്താൽ ആൽഫ പ്ലസ് ബീറ്റ -b/a. അതായത് സം ഓഫ് സീറോസ് എന്ന് പറയുന്നതും ആ പോളിനോമിയലിന്റെ മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x² എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്കത് വെരിഫൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്താ കിട്ടിയ? ആൽഫ പ്ലസ് ബീറ്റ എന്താ കിട്ടിയത്? ആൽഫ 1 ഉം ബീറ്റ 3 ഉം ആണ്. അപ്പോ 1 + 3 അല്ലെ, 1 + 3 എന്താ കിട്ടുന്നത്? 4 ആണ്. ഇപ്പൊ ഇവിടെ ഫോർമുലയില് മൈനസ് ഉണ്ട്. പിന്നെ നമ്മളെ ബി എന്ന് പറയുന്നത് -8 ആണ്. അപ്പൊ -8. ഓക്കെ, ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് എന്താ? 2 ആണ്. ഓക്കെ, 2. അപ്പൊ എന്താ കിട്ടാ? മൈനസ് പ്ലസ് ആണ്. 8/2 അതെന്താ കിട്ടിയത്? 4 ആണ് അല്ലെ. അപ്പോ നമുക്ക് 4 = 4 എന്ന് കിട്ടി. അതായത് സം ഓഫ് സീറോസ് കണ്ടപ്പോ കിട്ടിയത് 4 ആണ്. അതുപോലെ തന്നെ -b/a കണ്ടപ്പോ കിട്ടിയത് 4 ആണ്. അപ്പോ ഇതാണ് ആ റിലേഷൻ. സം ഓഫ് സീറോസ്, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സം ഓഫ് സീറോസ് = -b/a ആണ്. ഈ
സീറോസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ ആ സീറോസിന് 2 സീറോസ് കിട്ടും, അതിന് നമ്മൾ ഒരു ഡിനോട്ട് ചെയ്യുന്നതാണ് ആൽഫ. ഒരു സീറോ ആൽഫയാണ്, അടുത്ത സീറോ ബീറ്റയാണ്. അത്രേ ഉള്ളൂ ഈ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -b/a ആണ്. ഇനി ഒരു ഇതും കൂടി ഉണ്ട്, സമ്മാണ് ഇപ്പൊ എടുത്തത്. നമുക്ക് പ്രോഡക്റ്റും കൂടി കണ്ടു നോക്കാം. ഓക്കെ, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈക്വൽ ടു c/a ആണ്. അതായത് കോൺസ്റ്റന്റ് ടേം divided by coefficient of x square. Okay, that is equal to c/a. അല്ലെ, കോൺസ്റ്റന്റ് ടേം c ആണ്, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് a ആണ്. അപ്പൊ c/a. അപ്പൊ നമുക്ക് അത് നോക്കാം. പ്രോഡക്റ്റ് ഓഫ് സീറോസ്, പ്രോഡക്റ്റ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു c/a എന്നാണ്. സിമ്പിൾ ആയിട്ട് ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു c/a. ആൽഫ ഇൻറ്റു ബീറ്റ, ആൽഫ എന്താ 1 ആണ്, 1 into 3 അല്ലെ, 1 into 3 is equal to 3 ആണ്. c/a, c എന്താ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എന്താ c, നമ്മുടെ ക്വസ്റ്റ്യനില് 6 ആണ്. 6/a എന്ന് പറയുന്നത് 2 ആണ്. 6/2 എന്താണ് 3 ആണ്. അപ്പൊ 3 equal to 3. Hence verified. അപ്പൊ ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് എ പോളിനോമിയൽ. സം ഓഫ് സീറോസ് ഈക്വൽ ടു -b/a, that is minus of coefficient of x divided by coefficient of x square, and product of zeros equal to c/a, that is constant term divided by coefficient of x square.